ഹലോ ഫ്രണ്ട്സ്, ടെയിൽസ് ഓഫ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കി നോക്കിയാലോ. അതിനുവേണ്ടി ആദ്യം തന്നെ നമ്മൾ ഒരു ഫുൾ ചിക്കൻ ആട്ടോ എടുത്തിരിക്കുന്നത്. ഈ ഫുൾ ചിക്കൻ നന്നായി ക്ലീൻ ചെയ്ത ശേഷം അതിൻ്റെ സൈഡ്സിൽ ഇങ്ങനെ വരഞ്ഞു കൊടുക്കാം. നമ്മൾ ഒരിക്കലും ഡീപ്പായിട്ട് കട്ട് ചെയ്യരുത് കേട്ടോ. വളരെ സൂപ്പർഫിഷ്യലായിട്ട് മാത്രമേ ഇത് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇത് കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ ഷേപ്പ് നമുക്ക് മിസ്സായി പോവേ. അപ്പോൾ അതെല്ലാ സൈഡ്സിലും നമ്മളിതെല്ലാം വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മിക്സ് റെഡിയാക്കാം. സോ ആദ്യം തന്നെ ഒരു പ്ലേറ്റിലേക്ക് ഞാനിവിടെ 2 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കാശ്മീരി മുളക് പൊടി, അത് 1 ടീസ്പൂൺ ആട്ടോ ഇട്ടിരിക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഞാനിവിടെ 2 ടീസ്പൂൺ ആട്ടോ ആഡ് ചെയ്തിരിക്കുന്നത്. ഇത്രയും ആഡ് ചെയ്ത ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ കുറച്ച് നമുക്ക് ഗാർലിക് പൗഡർ, പിന്നെ കുറച്ച് നമ്മുടെ ഒനിയൻ പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. നമ്മളിതിനകത്തേക്ക് ഒരു 2 ടീസ്പൂൺ യോഗട്ടും കൂടി ആഡ് ചെയ്ത് കുറച്ച് ലെമണും കൂടി ഇതിൻ്റെ ടോപ്പിലേക്ക് സ്ക്യൂസ് ചെയ്ത് കൊടുത്ത ശേഷം നന്നായി കുറച്ച് വെള്ളം ആഡ് ചെയ്ത് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു പേസ്റ്റ് ഫോമിലാക്കിയ ശേഷം നന്നായി നമ്മുടെ ചിക്കൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തേക്ക് നമുക്ക് വേണമെങ്കിൽ വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ഇപ്പം ഞാനിവിടെ ചുമ്മാ ഗാർലിക്കും അതേപോലെ തന്നെ നമുക്ക് ലെമണും മാത്രമാട്ടോ ആഡ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ ചിക്കനെ ഗ്രില്ല് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പം ഒരു 250 ഡിഗ്രി ടെമ്പറേച്ചറിൽ 10 മിനിറ്റ്സ് ആട്ടോ ബോത്ത് സൈഡ്സ് നമുക്ക് ഗ്രില്ല് ചെയ്യണ്ടേ. അപ്പോൾ ആദ്യം തന്നെ അത് ഓവനിൽ വെച്ച് അത് 10 മിനിറ്റ്സ് കഴിഞ്ഞ ശേഷം പുറത്തെടുത്ത് നമുക്ക് ഒലീവ് ഓയിലും അതേപോലെ ക്രഷ്ഡ് ചില്ലിയും കൂടിയിട്ടുള്ള ഒരു മിക്സ് ഇതിൻ്റെ ടോപ്പിൽ ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കാം. നന്നായി എല്ലാ സൈഡ്സിലും ബ്രഷ് ചെയ്തതിന് ശേഷം എഗെയിൻ അപ്പുറത്തെ സൈഡ് വീണ്ടും ഒരു 10 മിനിറ്റ്സ് നമുക്ക് ഗ്രില്ല് ചെയ്യാനായിട്ട് വയ്ക്കാം. അങ്ങനെ 2 സൈഡ്സും ഗ്രില്ല് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ്സ് വെച്ച് അപ്പുറം ഇപ്പുറയും വീണ്ടും ഗ്രില്ല് ചെയ്തെടുക്കണം. അപ്പോൾ റെഡിയായ ഗ്രിൽഡ് ചിക്കൻ നമ്മളൊരു 10 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാനും കൂടി വെച്ച് കഴിഞ്ഞാൽ സെറ്റായിട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.